എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനം. ബലാത്സംഗ കേസിൽ ഒളിവിലായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് കുന്നുത്തുറുമേടിൽ വോട്ട് ചെയ്യാനെത്തി. രാഹുലിനെതിരായ 2 കേസിലും അറസ്റ്റ് തടഞ്ഞതോടെ ഒളിവിലുള്ള രാഹുൽ പുറത്തേക്ക് വരുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ ശക്തമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2ാം ബലാത്സംഗ കേസിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവില്ലെന്നാണ് കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. എന്നാൽ പക്ഷേ രാഹുൽ വോട്ട് ചെയ്യാനെത്തിയതിന് പിന്നാലെ എതിർ പാർട്ടികളും നാട്ടുകാരും ഇദ്ദേഹത്തെ തടയാനെത്തിയിരുന്നു. പക്ഷേ ആൾ വോട്ട് ചെയ്ത് മടങ്ങുകയാണ് ഉണ്ടായത്. രാഹുലിനെതിരായ പരാതിക്ക് പിന്നിൽ സമ്മർദ്ദമുണ്ടെന്ന വാദം തള്ളിക്കളയാൻ കഴിയില്ല എന്നും രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ച കോടതി വ്യക്തമാക്കി. രാഹുൽ ബലാത്സംഗം ചെയ്തെന്ന കേസിനെയും പരാതിയെയും സംശയിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയത്. FIR രജിസ്റ്റർ ചെയ്ത ശേഷം പരാതിക്കാരുടെ മൊഴിയെടുത്തതിൽ അസ്വാഭാവികതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ പരാതിക്ക് പിന്നിൽ സമ്മർദ്ദമുണ്ടാകുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നും കോടതി വ്യക്തമാക്കുന്നു. യുവതിക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലായിരുന്നുവെന്ന് മൊഴികളിൽ വ്യക്തമാണ്. കേസിനാസ്പദമായ സംഭവം നടന്ന ശേഷവും യുവതിയും രാഹുലും തമ്മിലുള്ള ഇൻസ്റ്റഗ്രാം ചാറ്റുകളുണ്ട്. ചില സ്ക്രീൻഷോട്ടുകൾ മായ്ച്ചു കളഞ്ഞതും സംശയത്തിനിടയാക്കുന്നു. ഇതിനാൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ ബലാത്സംഗം നടന്നുവെന്ന് തെളിയിക്കുവാനാകില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് മുൻകൂർ ജാമ്യം നൽകിയത്.